ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മധുരവും ചെറിയൊരു എരിവൊക്കെ ഉള്ള ഒരു അടിപൊളി പച്ചമുളക് ഹൽവ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് റെസിപ്പി കിട്ടിയത് എൻ്റെ ബ്രദറിൻ്റെ ചാനലായ ട്രിപ്പ് കമ്പനി ബൈ അനസ് പി അഹമ്മദിൽ നിന്നാണ്. അവന് കോഴിക്കോട് പോയിട്ട് ഒരു ഹൽവ മേക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പച്ചമുളക് ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അത് പക്ഷേ വലിയ അമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. 30 കിലോ ഒക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ പച്ചമുളക് ഹൽവ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മൈദ നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണിത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇനി ഇത് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമുളക് ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഫുഡ് കളർ, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗ്രീൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തത്. കളറ് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായത് കാരണം കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തതാണ്. കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നണ്ടേ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ 1/2 കപ്പ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മൈദ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട കിട്ടും. മൈദ ഒഴിച്ചപ്പോൾ ഗ്രീൻ കളറൊക്കെ പോയി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇനിയുള്ള എല്ലാതും നമ്മൾ ചെയ്യേണ്ടത്. ഇനിയുള്ളത് എല്ലാതും പറഞ്ഞാൽ ഇനി ഇളക്കലാണ്. 30 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ഇളക്കേണ്ടി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മാത്രം ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അങ്ങനെ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, നിങ്ങളെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റായി ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പാനിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹൽവ പാനിൽ നിന്ന് നല്ല പോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെ ഞാനൊരു 45 മിനിറ്റ് ഏകദേശം ഇളക്കി കൊടുത്തു. ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം, എങ്കിലേ ഇത് സെറ്റ് ആവുള്ളൂ. ഒരു ഓവർനൈറ്റ് എങ്കിലും വെക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മധുരവും ചെറിയൊരു എരിവൊക്കെ ഉള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഹൽവയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.